കിടപ്പ് രോഗിയായ മകളുടെ കഴുത്തറുത്ത ശേഷം മാതാവ് സ്വയം തീ കൊളുത്തി മരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി 75 വയസ്സുള്ള ലീലയാണ് ജീവനൊടുക്കിയത്. 55 വയസ്സുള്ള മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അഖിൽ ഷാൻസാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? വേണു, ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് മകൾ ബിന്ദു 55 വയസ്സായിരുന്നു. മകൾ ബിന്ദുവിനെ കഴുത്തറുത്തതിന് ശേഷം ഈ അമ്മയായ ലീല 75 വയസ്സായിരുന്നു. സ്വയം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് നാട്ടുകാർ ഈ വിവരം അറിയുകയും പോലീസിനെ ഈ സംഭവം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ മകൾ ബിന്ദു ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ ലീലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോവുക. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ വയോധികയായ അമ്മ മകൾ കിടപ്പ് രോഗിയായിരുന്നു, പ്രമേഹ രോഗിയായിരുന്നു. ഈ അമ്മ മരിച്ചാൽ എന്ത് ചെയ്യും, മകൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആശങ്കയൊക്കെ ബന്ധുക്കളോടും അതുപോലെ തന്നെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ സംഭവം നടക്കുന്നത്. വേണു, അഖിൽ ഷാൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.